ഇവർ മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് BJP ഇസ്രായേലിന് വേണ്ടിയിട്ട് നിൽക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അവർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ടാകാം. ഫസ്റ്റിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ്റെ കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള ആൾ ട്വിറ്റർ സിഇഒക്ക് ഔദ്യോഗികമായിട്ട് കത്തയച്ചു. ഭയങ്കരമായിട്ട് ഹമാസ് അനുകൂല സാധനങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കത്തയച്ചിരിക്കുകയാണ്. അത് ഈ പറയുന്ന കള്ളപ്രചാരണങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ടുള്ള എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നതെന്നുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ വരുന്നുണ്ട്. വലിയ പ്രകടനങ്ങൾ യൂറോപ്യൻ നഗരങ്ങളിൽ വരുന്നുണ്ട്. ലിബർട്ടിയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ, ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ ആഗോള തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന പാരീസ്, ഫ്രഞ്ച് ഗവൺമെൻറ് പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നിരോധിച്ചു. ഒന്നാലോചിച്ച് നോക്കണം, പാരീസിൽ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ പാടില്ല. കൃത്യമാണ്, പ്രകടനങ്ങൾ പാടില്ല എന്നല്ല, പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ ധാരാളമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന നിഷാ നേരത്തെ സൂചിപ്പിച്ച ഈ കള്ളപ്രചാരണങ്ങൾ ഇപ്പോഴും സെല്ല് ചെയ്യപ്പെടുന്ന ഒരു അപൂർവ പ്രദേശമായിട്ട് നിൽക്കുന്നത് നമ്മുടെ നാടാണ്.